CPM-നെയും സർക്കാരിനെയും വെട്ടിലാക്കാനുള്ള തന്ത്രവുമായാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിലെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും ഒരേ പ്രാധാന്യത്തോടെ സഭയിൽ ഉന്നയിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് പ്രതിപക്ഷം നടത്തിയത്. നിയമസഭയിൽ ചോദ്യോത്തരവേള തുടങ്ങിയ ഉടൻ തന്നെ പ്രതിപക്ഷം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉന്നയിച്ചു. നിയമസഭയിലെ സഭാ കവാടത്തിൽ സത്യാഗ്രഹവും പ്രഖ്യാപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം SITയുടെ മേലെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ്. സാർ, ഞങ്ങൾ ആ സമരം തുടരുകയാണ്. ഞങ്ങളുടെ 2 അംഗങ്ങൾ ശ്രീ CR മഹേഷും ശ്രീ നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. ഇത് ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു സമരമായിട്ടല്ല വരിക. യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത്. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും. ശൂന്യവേള വരെ തല്ലിപ്പിരിയാതെ സഭാ നടപടികളുമായി സഹകരിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ തീരുമാനം CPM-നെതിരായ രക്തസാക്ഷി ഫണ്ട് വിഷയം സഭയിൽ ഉന്നയിക്കാൻ വേണ്ടിയായിരുന്നു. ഈ വിഷയം അടിയന്തര പ്രമേയ നോട്ടീസായി ഉന്നയിച്ചാൽ അനുമതി കിട്ടില്ലെന്ന് പ്രതിപക്ഷത്തിന് ഉറപ്പായിരുന്നു. അതിനാൽ ഇന്നലെ പയ്യന്നൂരിൽ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസുകാരെ CPM-മാർ മർദ്ദിച്ച വിഷയം സജി ജോസഫ് അടിയന്തര പ്രമേയ നോട്ടീസായി നൽകി. എന്നാൽ നോട്ടീസിന് അനുമതി നൽകിയാൽ സർക്കാരും CPM-ഉം വെട്ടിലാകുമെന്ന് സ്പീക്കർ തിരിച്ചറിഞ്ഞു. അതിനാൽ ഒരു പരീക്ഷണത്തിന് നിന്നില്ല. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കുവാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. ആവശ്യമാണെങ്കിൽ നോട്ടീസ് നൽകി ബഹുമാനപ്പെട്ട അംഗം ശ്രീ സജീവ് ജോസഫിന് ഇക്കാര്യം ആദ്യ സബ്മിഷനായി ഉന്നയിക്കാവുന്നതാണ്. ഓർഡർ. ഇതോടെ പ്രതിപക്ഷ ബഹളമായി. നോട്ടീസ് അനുവദിക്കാത്തതിൽ സ്പീക്കറോട് ചോദ്യങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിന്റെ പ്രതിഷേധം. ഗൗരവതരമായ ഒരു വിഷയം ഈ സഭയിലല്ലാതെ പിന്നെ എവിടെ പോയി പറയും? ഈ സഭ സമർപ്പിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് അടിയന്തര പ്രാധാന്യമില്ലെന്ന് പറഞ്ഞത്? സർക്കാർ ചോദ്യങ്ങളെ ഭയക്കുന്നു എന്ന പ്ലക്കാർഡ് ഉയർത്തി പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധിച്ചു. തുടർന്ന് സഭ ബഹിഷ്കരിച്ചു. പുറത്തിറങ്ങിയ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്കെതിരെ രൂക്ഷ വിമർശനം നടത്തി. CPM-നെ സംരക്ഷിക്കാൻ വേണ്ടി സ്പീക്കർ സർക്കാരിന് വഴങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒഴിവാക്കി കൊടുത്തത്. CPM-ഉം മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാകുമെന്ന് ബോധ്യം വന്നതിനെ തുടർന്നാണ് സ്പീക്കറെ ഉപയോഗിച്ചത് ചെയ്തത്. അനീതിയാണ് സ്പീക്കർ ചെയ്തത്. ഒരു പടി കൂടി കടന്നുള്ള ആക്രമണമായിരുന്നു KK രമയുടേത്. ഈ അനുഭവം തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്കിത് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. ഇനി അദ്ദേഹത്തിന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രതിപക്ഷം ഇന്നത്തെ സഭാ നടപടികൾ ബഹിഷ്കരിച്ചെങ്കിലും അംഗങ്ങളായ CR മഹേഷും നജീബ് കാന്തപുരവും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തുകയാണ്. നിയമസഭയിൽ നിന്നും ക്യാമറ സുഹിത്തിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.